ആടുകളെ വേട്ടയാടാൻ തുടങ്ങി 9 നാളായിട്ടും വനം വകുപ്പിന് പിടികൊടുക്കാതെ പുൽപ്പള്ളിയിലെ കടുവ. ഇന്നലെ രാത്രിയും ആടിനെ കൊന്ന കടുവയെ തേടി വനം വകുപ്പ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആടിക്കൊല്ലിയിൽ പുല്ലരിഞ്ഞവർ കടുവയെ കണ്ടിരുന്നു. കടുവാ ദൌത്യത്തിനായി പുൽപ്പള്ളി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അമരക്കൊല്ലി തൂപ്രയിലെ ചന്ദ്രന്റെ ആടിനെയാണ് ഇന്നലെ രാത്രി കടുവ പിടികൂടിയത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ കടന്നു കളഞ്ഞു. ഭയങ്കര സൗണ്ട് കേട്ടപ്പം ഞാൻ ജനൽ തുറന്ന്, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയല്ലേ, അതുകൊണ്ട് ജനൽ തുറന്ന് വടി കൊണ്ട് അടിച്ചപ്പം മറിഞ്ഞ് അങ്ങോട്ട് കൂടും പൊളിച്ച് അങ്ങോട്ട് ചാടി. ഞാൻ TV ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒച്ചപ്പാട് കേട്ടത്, കൂട് പൊളിച്ച് അകത്ത് കയറിയത്. അപ്പോൾ പെട്ടെന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഈ സാധനം ചാടി ഓടുന്ന കണ്ടു. വെറ്ററിനറി സംഘം മരുന്ന് നിറച്ച തോക്കുമായി കാത്തുനിന്നു. കൊന്നിട്ടയാടിനെ തേടി വന്നുപോയെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. ഈ ആടിനെ പിടിച്ച് കൊന്ന വീട്ടിൽ തന്നെ തമ്പടിക്കുകയും കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. കടുവ 1 കിലോമീറ്റർ അകലെയുള്ള ആടിക്കൊല്ലി ഭാഗത്തേക്ക് കടന്നു. വെള്ളക്കെട്ട് എന്ന സ്ഥലത്ത് പുല്ലരിഞ്ഞിരുന്ന പീറ്ററും ഭാര്യയും കടുവയെ നേരിൽ കണ്ടു. അങ്ങോട്ട് മാറിപ്പോയി ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നടന്ന് വളരെ സ്ലോവിലാണ് നടന്നു വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു മീഡിയം വലിപ്പമുള്ളൂ, അധികം വലിപ്പം എന്ന് പറയാനില്ല സാധനം. RRT സംഘം തിരച്ചിലിനിറങ്ങി. ഡ്രോൺ പറത്തി. തക്കത്തിൽ കിട്ടിയാൽ മയക്കുവെടി എന്ന നിലപാടിലേക്ക് എത്തി വനംവകുപ്പ്. എന്നാൽ കടുവ കാണാമറയത്ത് തന്നെ. ദൗത്യത്തെ ബാധിക്കാതിരിക്കാൻ പുൽപ്പള്ളി 8, 9, 11 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്.